നിങ്ങൾക്ക് ആ മൊബൈൽ ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? എനിക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് റെസ്പോൺസ് ഒക്കെ അറിയിക്കാം കേട്ടോ. നമുക്കൊരു ഇന്ററാക്റ്റീവ് ആയിട്ടൊക്കെ ഇങ്ങനെ പോവാം. അപ്പൊ ആ മൊബൈൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല എന്ന് മാത്രമല്ല, ആദ്യം തന്നെ അതിന്റെ സ്ക്രീൻ അങ്ങ് ഡിം ആകും. അല്ലെ, ആ സ്ക്രീൻ ആദ്യം അങ്ങ് ഫെയ്ഡ് ആവുക ചെയ്യുക. ഇതേപോലെ തന്നെയാണ് ഇമോഷണൽ വെൽനെസ്സിനെ നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇന്റേണൽ ബാറ്ററിയാണ്. ആ ഇന്റേണൽ ബാറ്ററി ലോ ആയി കഴിഞ്ഞാൽ ഈ മൊബൈലിന്റെ സ്ക്രീൻ ഡിം ആകുന്ന പോലെ ആദ്യം നമ്മുടെ ഫേസ് ആയിരിക്കും ഡിം ആകുന്നത്. കാരണം നമ്മളിലൂടെ വർക്ക് ചെയ്യേണ്ട ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മളിലൂടെ നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് ഓൺ ആക്കി നിൽക്കേണ്ട ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ബിസിനസ്, കരിയർ, നമ്മുടെ പാരന്റിങ്, ഇതൊക്കെ നമ്മളിലൂടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യേണ്ട ഓരോ ആപ്ലിക്കേഷൻസാണ്. അപ്പൊ ഈ ആപ്ലിക്കേഷൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് നമ്മുടെ ഇന്റേണൽ ബാറ്ററീസ് ലോ എന്നാണ് അതിന്റെ മീനിങ്. അല്ലെ, അതുകൊണ്ട് തന്നെയാണ് ഈ എന്താ പറയുക, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഒക്കെ പറയുന്നത് നമുക്ക് ഒരുപാട് ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളും ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിക്ക് അവരുടെ ഹെൽത്ത് ലോ ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇന്റേണൽ ബാറ്ററി പലപ്പോഴും ലോ ആവുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ഇവന്റ് ഉണ്ടാകുമ്പോൾ, ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിനെ പോസിറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ അതിൽ നെക്സ്റ്റ് എന്താണെന്നോ പലപ്പോഴും നമുക്ക് എടുക്കാൻ കഴിയാറില്ല. അത് നമുക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നല്ല രീതിയിൽ അതിനെ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ട് നോക്കി കാണുന്നവരുമുണ്ട്, അങ്ങനെ കാണാത്തവരുമുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഒരു സംഭവമല്ല നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ അതിനെ നമ്മളുടെ ഒരു നെർവസ് സിസ്റ്റം അതിന് കൊടുക്കുന്ന ഒരു മീനിങ് ഉണ്ട്. എന്ത് സംഭവിക്കുമ്പോഴും, പരാജയം സംഭവിക്കുമ്പോഴും ഒരു ലോസ് ഉണ്ടാകുമ്പോഴും ഒരു ബിസിനസ് ഫെയിലിയർ ഉണ്ടാകുമ്പോഴും അൺകോൺഷ്യസ്ലി നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു മീനിങ് ഉണ്ട്. നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം, ആ നെർവസ് സിസ്റ്റം എങ്ങനെ അതിന് മീനിങ് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒക്കെ ഉള്ളില് അൺകോൺഷ്യസ്ലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. അല്ലേ? ആ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ഐഡന്റിറ്റി ഉണ്ട്. അത് നമുക്കും ഉണ്ട്, മറ്റുള്ളവർക്കും ഉണ്ട്, സിറ്റുവേഷൻസ് എല്ലാത്തിനും ഉണ്ട്. ആ ഒരു ഐഡന്റിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്തുണ്ടാകുമ്പോഴും ഇത് മുന്നോട്ട് പോവോ, അല്ലെ ഇത് മുന്നോട്ട് പോകൂലേ, എന്റെ കാര്യം കഴിഞ്ഞു, അല്ലെ ഇനി കഴിയില്ല എന്നൊക്കെ ഓരോ തോട്ടും അല്ലെങ്കിൽ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് നമ്മൾ എടുക്കുന്നത് ഈ പറഞ്ഞ നമ്മൾ ക്രിയേറ്റ് ചെയ്തു വെച്ച്. അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളുടെ ആ ഒരു കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കടന്നു പോയ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകും. നമ്മൾ എക്സ്പീരിയൻസസ് വി ഹാവ് ഗോൺ ത്രൂ, നമ്മൾ കടന്നു പോയ എക്സ്പീരിയൻസസ് ഉണ്ടാകും മുമ്പൊക്കെ നമ്മൾ കടന്നു പോയിട്ടുള്ള. അത് നമ്മളിങ്ങനെ കളയാതെ അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ചെറിയ പെയിൻഫുൾ ഇൻസിഡൻസ് ഉണ്ടാകും, ഇവന്റ്സ് ഉണ്ടാകും, എക്സ്പീരിയൻസ് ഉണ്ടാകും. സത്യം പറഞ്ഞാൽ അത് പലതും നമ്മൾ കളയാതെ ഇങ്ങനെ, അല്ലെ, ഒരു ബാഗിൽ ഇങ്ങനെ പെറുക്കി ഇടുന്ന പോലെ ഒരു ഇമോഷണൽ ബാക്കപ്പ് എന്ന് പറയാം, അല്ലെ, ബാക്ക് പാക്ക് എന്ന് പറയാം. അത് നമ്മൾ ഇങ്ങനെ ക്യാരി ചെയ്ത് ഒരുപാട് ക്യാരി ചെയ്യുമ്പോൾ ഏതൊരു വ്യക്തിക്കും അതൊരു ഓവർ വെയിറ്റ് ആയിട്ട് തോന്നും, ഒരു ഇമോഷണൽ വെയിറ്റ് ആയിട്ട് തോന്നും. അല്ലേ? അപ്പൊ അത് പിന്നീട് ഇങ്ങനെ ക്യാരി ചെയ്യുമ്പോൾ നമുക്ക് പോലും അറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ ടയേർഡ് ആകുന്നത്, എന്തുകൊണ്ടാണ്. പലപ്പോഴും അതൊരു ഇൻവിസിബിൾ വൂണ്ടായിരിക്കും. അല്ലെ, ഇമോഷണലി നമ്മൾ കടന്നു പോയുള്ള എക്സ്പീരിയൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ, ഇപ്പൊ എനിക്കിപ്പോൾ അത് ഓർക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന ഇൻവിസിബിൾ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള പല എക്സ്പീരിയൻസും നമുക്ക് പിന്നീട് ഒരു വൂണ്ടൊക്കെ ആയിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കും. ആ ഇൻവിസിബിൾ വൂണ്ട് നമുക്ക് വിസിബിൾ ബിഹേവിയർ ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. ഇൻവിസിബിൾ വോണ്ട് ക്രിയേറ്റ് വിസിബിൾ ബിഹേവിയർ. ഏതുവരെ? കാളിയുങ് പറഞ്ഞ പോലെ അൺടിൽ യു മേക്ക് ദ അൺകോൺഷ്യസ് കോൺഷ്യസ്. ഈ അൺകോൺഷ്യസ് ആയിട്ട് നമുക്ക് കിട്ടിയ കാര്യങ്ങളെ കോൺഷ്യസ്ലി നമ്മൾ അതിനെ ഫോർമാറ്റ് ചെയ്യുന്നത് വരെ പലപ്പോഴും നമ്മളെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ലൈഫിൽ. ആ ഒരു റിയലൈസേഷൻ ആണ് ആദ്യം നമുക്ക്, ദാറ്റ് അവയർനെസ്. നമുക്ക് ഇമോഷണൽ വെൽനെസ് ഉണ്ടാവണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ദാറ്റ് അവയർനെസ് നമുക്ക് ഉണ്ടാവുക. അതായത് നമ്മളിപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന, കഴിഞ്ഞതല്ലേ എന്ന് വിചാരിക്കുന്ന, അതെപ്പോഴും ഉണ്ടായതല്ലേ എന്ന് വിചാരിക്കുന്ന പല എക്സ്പീരിയൻസസും നമ്മുടെ ലൈഫിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ള ഐഡന്റിറ്റി, അതിൽ നിന്ന് നമുക്കുള്ളൊരു ബിലീഫ് സിസ്റ്റം, ആ ബിലീഫ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ട് പിന്നീട് എന്ത് സംഭവിക്കുമ്പോഴും നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്ന ഒരു ഫൈനൽ ജഡ്ജ്മെന്റ്, ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു ഇമോഷൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെ, ഓരോ തോട്ടും ഓരോ ഇമോഷൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നല്ലേ. പക്ഷെ ഈ തോട്ട് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ ഐഡന്റിറ്റി വി ഹാവ് ക്രിയേറ്റഡ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഐഡന്റിറ്റിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഐഡന്റിറ്റി എന്താണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചു, നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായം പറയാൻ എളുപ്പമാണ്.
മറ്റുള്ളവർ ഇപ്പോൾ ഒരാളെ കുറിച്ച് ഇപ്പോൾ സലീം സാറിന് ചോദിക്കുകയാണ്, സലീം സാറിന്റെ ഹസ്നയെ കുറിച്ച് ഒന്ന് പറയുമെന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ പറ്റും. പക്ഷേ എനിക്ക് എൻ്റെ ഐഡന്റിറ്റി, ഈ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയ പോലെ ഒരു ടീച്ചറാണ്, ഒരു ഇമോഷണൽ വെൽനസ് കോച്ചാണ് എന്നുള്ളതിനേക്കാളും വാട്ട് ഈസ് മൈ ഇന്റേണൽ ഐഡന്റിറ്റി, അല്ലെങ്കിൽ വാട്ട് ഇസ് മൈ ബിലീഫ് ഓൺ മൈസെൽഫ്, എനിക്ക് എന്നെക്കുറിച്ചുള്ള വിശ്വാസം എന്താണ്, എന്ത് ഐഡന്റിറ്റിയാണ് ഞാൻ എന്നെക്കുറിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഐഡന്റിറ്റിയിൽ നിന്നാണ് നമുക്ക് പലപ്പോഴും വിശ്വാസങ്ങൾ വരുന്നത്. അത് തിരിച്ചറിഞ്ഞ് അതിനെ ചേഞ്ച് ചെയ്താൽ തന്നെ നമുക്ക് പലപ്പോഴും നമ്മുടെ ഇമോഷണൽ വെൽനെസ്സിലേക്ക് എത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ വാങ്ങി വെക്കുന്നവരാ, എല്ലാം വാങ്ങി വെക്കും. പക്ഷെ ഒന്നും എന്ത് ചെയ്യൂല, അത് ആവശ്യമില്ലാത്തതാണെങ്കിൽ നമ്മളത് കളയൂല, കളയാതെ ഇങ്ങനെ വാങ്ങി വെക്കും. അങ്ങനെ വാങ്ങി വെച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാഗേജ് ആയിട്ട് തോന്നുക ചെയ്യാം. അവിടെയാണ് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെയൊക്കെ വീട്ടിൽ ആ ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇമോഷണൽ വെൽനെസ് എന്ന് പറയുമ്പോൾ, എൻ്റെ ലൈഫിനെ മാക്സിമം ഡെക്കറേറ്റ് ചെയ്തിട്ട് മാക്സിമം അടിപൊളിയായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയാം. ആ മാനസികാവസ്ഥ എനിക്ക് ഉണ്ടാകണമെങ്കിൽ എനിക്ക് നല്ല സംഭവിക്കുന്നതിനൊക്കെ ഒരു നല്ലതായിട്ട് നോക്കി കാണാനും, നല്ല അവസ്ഥകൾ എൻ്റെ ലൈഫിലേക്ക് വരാനും, എവിടെ എൻ്റെ തോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ, എൻ്റെ ഒരു ചിന്ത പോലും മാറുമ്പോൾ ഞാൻ പുറത്തേക്ക് കൊടുക്കുന്ന ഒരു എനർജി ഉണ്ട്. തീർച്ചയായിട്ടും ആ എനർജി എക്സ്റ്റേണൽ വേൾഡിനെ ബാധിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഒരു നോട്ടത്തിന് പോലും അല്ലെ, ഒരു നാളെ ഒരു 15 സെക്കൻഡ് ഒരാളുടെ മുഖത്തേക്ക് നോക്കുന്നത് ഏത് മീനിങ്ങിലാണോ നോക്കുന്നത്, ആ മീനിങ്ങിൽ, അല്ലെങ്കിൽ എന്ത് ഇന്റൻഷനോട് കൂടിയിട്ടാണോ, അല്ലെങ്കിൽ ഏത് ദേഷ്യത്തോട് കൂടിയിട്ടാണെങ്കിൽ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ബാധിക്കുന്നുണ്ട്. ആ ഒരു എനർജി ചേഞ്ചിങ് അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ റിപ്പിൾ ഇഫക്റ്റ് എന്നൊക്കെ പറയാം. അതേപോലെ തന്നെ നമ്മളുടെ അകത്തു നിന്ന് പോകുന്ന എനർജിയും നമ്മളെ ബാധിക്കുന്ന രീതി, അങ്ങനെ നമുക്ക് പോസിറ്റിവിറ്റി മാത്രം കൊണ്ടുതരുന്ന രീതിയിലേക്ക് മാറണമെങ്കിൽ, അല്ലെ, ആ പോസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു പൂന്തോട്ടത്തിലേക്ക് പൂമ്പാറ്റകൾ വരാൻ, നിങ്ങൾ കേട്ടിട്ടുള്ള എക്സാമ്പിൾ ആയിരിക്കും ഇതൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, പുതിയതായിട്ടൊന്നും പറയാനുണ്ടാവില്ല, ഇന്ന് കടന്നു പോയിട്ടുള്ള സെഷൻസ് തന്നെയായിരിക്കും ഇതൊക്കെ. അപ്പൊ ഒരു പൂന്തോട്ടത്തിലേക്ക് പൂമ്പാറ്റകൾ വരണമെങ്കിൽ അവിടെ ഒരു ബോർഡ് വെക്കേണ്ട ആവശ്യമുണ്ടോ? പൂമ്പാറ്റകളെ വന്നോളൂ, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വന്ന് തേൻ കുടിച്ച് പോകാം, പരാഗണം നടത്താം, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതേസമയം ആകെ ക്ലട്ടേഡ് ആയിട്ട് കിടക്കുന്ന, ആകെ മാലിന്യമായിട്ട് കിടക്കുന്ന, അപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് ആകെ മാലിന്യമായിട്ട് കിടക്കുകയാണെങ്കിൽ അവിടേക്ക് ഒരിക്കലും ആർക്ക് വരാൻ കഴിയില്ല. നമ്മൾ എത്ര അവിടെ ബോർഡ് വെച്ചിട്ടും കാര്യമല്ല, വെൽക്കം ചെയ്തിട്ടും കാര്യമല്ല, അവിടെ ബിരിയാണി വിളമ്പി വെച്ചിട്ടും കാര്യമല്ല, കുറെ ഫ്ലവേഴ്സ് നമ്മൾ കൊണ്ടിട്ടിട്ടും കാര്യമല്ല, അവിടെ ആര് വരൂല? പൂമ്പാറ്റ വരൂല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവിടെ മാലിന്യം നിറഞ്ഞു കിടക്കാണ്. അപ്പൊ ഇതേപോലെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്നതും നമ്മൾ അനുഭവിക്കുന്നതും. അത്തരം എക്സ്പീരിയൻസ് ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംതിങ് ഈസ് റോങ് ഇൻസൈഡ്. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ, അത് ആ തകരാറ് നമുക്കുള്ളിൽ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. അപ്പൊ പലപ്പോഴും ഞാൻ പറഞ്ഞ പോലെ നേരത്തെ കിട്ടിയ എക്സ്പീരിയൻസ് ആവാം. പക്ഷെ പല ആളുകൾ എന്താ ചെയ്യാന്നറിയാവോ, അത്തരം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ അത്തരം എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ പല ക്ലയൻസിനോടും അതൊന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ പോലും അവർ പറയുന്നത്, അതോ എനിക്കത് ഓർക്കാനേ പറ്റൂല, ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്, അവിടേക്ക് എന്നെ ഒരിക്കലും കൊണ്ടുപോകണ്ട. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ പറഞ്ഞ വേസ്റ്റഡ് കാര്യങ്ങളില് നമ്മളൊരു പരവതാനി കൊണ്ട് വിരിച്ചിട്ട്, അതിന്റെ മേലൊരു പരവതാനി വിരിച്ചിട്ട് നമ്മൾ കുറെ പൂക്കളൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോഴും അതിൽ നിന്നുള്ള ദുർഗന്ധം അവിടെ തന്നെ ഉണ്ടാവൂലേ? അതെങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ഇതേപോലെ തന്നെയാണ് നമ്മൾ ഓർക്കാൻ ഇഷ്ടം, അതിന്റെ മേലെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ മറ്റു പല അഫർമേഷൻസും പല കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും ആ ഡീക്ലട്ടറിംഗ് എന്ന് പറയുന്ന, ആ ക്ലീനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. നേരത്തെ പറഞ്ഞ മൊബൈൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഹാങ് ആവാതിരിക്കണമെങ്കിൽ, പ്രോപ്പർലി വർക്ക് ആവണമെങ്കിൽ അതിൽ അനാവശ്യമായിട്ടുള്ള ചില സ്റ്റോറേജ്, ചില മെമ്മറീസ്, ചില ക്യാഷ് മെമ്മറീസ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ അത് ചാർജ് ചെയ്യേണ്ടി വരും ടൈമിൽ. അതേപോലെ തന്നെ നമ്മൾ ഇമോഷണലി വെൽ സ്റ്റേറ്റിലാണ്, നമ്മുടെ ലൈഫ് പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്, അല്ലെ? പിള്ളേരെ പറഞ്ഞ പോലെ ഞാൻ വേദനിക്കുന്ന കോടീശ്വരനാണ് എന്ന് പറയുന്നതിനേക്കാളും ഞാൻ എന്താ പറയാ, പുവർ ആണെങ്കിലും ഞാൻ ഹാപ്പി ആണ് എന്ന് പറയണമെങ്കിൽ ഈ അകത്തുള്ള കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ കഴിയണം. അവിടെ നമ്മൾ എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നുണ്ടോ, അവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ പറയാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, എൻ്റെ മുമ്പ് എൻ്റെ അടുത്ത് വന്നൊരു ക്ലയന്റ് എന്ന് പറഞ്ഞാൽ, ആൾക്ക്
ഒത്തിരി കാര്യം വരുമ്പോഴത്തേക്ക് ഭയങ്കര സ്ട്രെസ് ഔട്ട് ആകുന്ന ഭയങ്കര പ്രോബ്ലം വരുന്ന ഒരാളാണ്. ആളുടെ ഒരു മെമ്മറി എന്ന് പറഞ്ഞാല് ഹസ്ബൻഡ് കയറി വരുമ്പോഴത്തേക്ക് ഹസ്ബൻഡുമായിട്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉള്ള ആളാണ്. ഹസ്ബൻഡ് ഇങ്ങനെ ദൂരേനേ വരുമ്പോ തന്നെ ആൾക്ക് വരുന്ന ഒരു മെമ്മറി എന്ന് പറഞ്ഞാൽ പണ്ടെപ്പോഴോ അച്ഛൻ, അല്ലെ, അച്ഛന് ചെറിയൊരു എന്താ പറയാ ഒരു ഡ്രങ്കാർഡ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അച്ഛൻ ഇങ്ങനെ ആ കുട്ടിയായിരുന്നപ്പോ അച്ഛൻ കയറി വരുന്ന ഒരു മെമ്മറി ഉണ്ട്. അപ്പൊ ആ മെമ്മറി സ്റ്റിൽ അയാളുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഹസ്ബൻഡ് കയറി വരുമ്പോഴും അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്ത് പറയുമ്പോഴും ഇപ്പൊ റിലേറ്റ് ചെയ്യുന്നത് അന്ന് വീട്ടിലുണ്ടായിരുന്നത് എന്താണോ അതുമായിട്ട് കണക്ട് ചെയ്ത് അതേ രീതിയിൽ പോകുന്ന, അല്ലെ, ഐ ആം നോട്ട് സേഫ് എന്നൊരു ഇൻസെക്യൂരിറ്റി ഫീലിങ്ങിലൂടെ കടന്നു പോകുന്ന. കാരണം അവിടെ വർക്ക് ചെയ്യുന്നത് റിയാലിറ്റിയിൽ കോൺഷ്യസ്ലി അറിയാം ദിസ് ഇസ് മൈ ഹസ്ബൻഡ്, ഇത് എന്റെ ഫാദർ അല്ല, എന്റെ ഹസ്ബൻഡ് ആണ്, ഇറ്റ്സ് എ ലവിങ് മാൻ, അറിയാം. പക്ഷെ അവിടെ നെർവസ് സിസ്റ്റം റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് മറന്നാലും, മൈൻഡിൽ നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും പലതും നമ്മുടെ ബോഡി റിമെമ്പർ ചെയ്യും. അതാണ് ഒരു ബുക്ക് തന്നെ ഉണ്ടല്ലോ, എന്താണ് ദ ബോഡി കീപ്സ് ദ സ്കോർ എന്ന് പറഞ്ഞിട്ട്. ആ ശരീരം നമ്മളെ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ അത് എടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ അവിടെയാണ് നമുക്ക് ഇമോഷണൽ വെൽനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഹീലിങ്ങിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ കടക്കണം എന്നുള്ളൊരു ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്. അപ്പൊ പലപ്പോഴും അതിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന ഒരു, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ തോട്ടുകൾ, പലപ്പോഴും തോട്ട് സൈക്കിൾ നമ്മൾ പറയാറുണ്ട്. തോട്ട് ക്രിയേറ്റ്സ് ഇമോഷൻസ്, ഇമോഷൻ ക്രിയേറ്റ്സ് വേർഡ്സ്, ആക്ഷൻസ് ഒക്കെ പറഞ്ഞ് ഫൈനൽ ഇതിലേക്ക് നമ്മൾ എത്താറുണ്ട്. പക്ഷെ പലപ്പോഴും ഇമോഷൻസ് വരുന്നത് തോട്ടിൽ നിന്നാണെങ്കിൽ പോലും ഈ തോട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഐഡന്റിറ്റിയിൽ നിന്നാണ്, അല്ലേ? ആ അപ്പൊ നമുക്ക് ഹെൽത്തി ഇമോഷൻസ് വേണമെങ്കിൽ നമുക്ക് ഹെൽത്തി തോട്ട് വേണം. പക്ഷെ ഹെൽത്തി തോട്ട് വേണമെങ്കിലോ നമുക്ക് ഹെൽത്തി ഐഡന്റിറ്റി വേണം. അപ്പൊ ഓൾറെഡി നിങ്ങളൊക്കെ ഇന്ന് ഒരു പറ്റുവാണെങ്കിൽ ഒന്ന് സെഷൻ കഴിഞ്ഞിട്ട് ഒന്ന് എന്നെ കുറിച്ച് എനിക്കുള്ള അഭിപ്രായം എന്താണ്, എന്ത് ഐഡന്റിറ്റിയാണ് ഞാൻ എന്നെ കുറിച്ച് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ആ ഐഡന്റിറ്റി ശരിയാണോ അല്ലെങ്കിൽ ഇതെനിക്ക് ആരെങ്കിലും തന്നതാണോ? ഒരിക്കലും അത് ശരിയായിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല. കാരണം നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്നിട്ടുള്ളത്, നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആയിട്ടുള്ള, അത്രയും പൊട്ടൻഷ്യൽ ഉള്ള, അല്ലെ, നമ്മുടെ സീക്രട്ടിലൊക്കെ ഈ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെയാണ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് അത്രയും പവർഫുൾ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പവർഫുൾ ആണ് താനും. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും, അല്ലെ, വാട്ട് യു തിങ്ക് യു ബിക്കം, അല്ലെങ്കിൽ യു അട്രാക്ട് എന്ന് പറയുന്നുണ്ടല്ലോ, വാട്ട് യു ബിലീവ് യു ബിക്കം. അപ്പൊ അതെന്താന്ന് വെച്ചാൽ അത് അത്രയും പവർ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഉള്ളത് കൊണ്ടാണ്. അത് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അവിടെ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ നേരത്തെ കയറി കൂടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാല് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 2 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ ഒരാളുടെ ബ്രെയിൻ ഫോർമേഷൻ കംപ്ലീറ്റ് ആവുന്നുണ്ട്, ഒരു 80% വരെ. പക്ഷെ ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ 2 വയസ്സിനുള്ളിൽ എന്താ സംഭവിച്ചതെന്ന് ഒരിക്കലും നമുക്കറിയില്ല. 2 വയസ്സിന്റെ ഉള്ളിൽ നമുക്ക് എന്തെല്ലാം എക്സ്പീരിയൻസിൽ കടന്നു പോയിട്ടുണ്ട് വെച്ചാൽ ഒരു പക്ഷേ നമ്മുടെ മൈൻഡിന് അറിയില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിലുള്ള ഓരോ സെല്ലിലും ഓരോ കോശങ്ങളിലും ഓരോ സബ് കോൺഷ്യസ് മൈൻഡിലും ആ മെമ്മറി കിടപ്പുണ്ട്. അവിടെയാണ് ആ ഒരു ഇമോഷണൽ വെൽനെസ്സിലേക്ക് നമുക്ക് എത്താൻ കഴിയാത്തത്ര, അല്ലെ, ടൈറ്റാനിക് എന്താ പറയാ ഐസ്ബർഗിൽ ഇടിച്ചൊരു സ്റ്റോറി അല്ല, റിയാലിറ്റി നമുക്കറിയാം. അപ്പൊ അവിടെ ആ ഐസ്ബർഗ് എന്ന് പറയുന്നത് മേലെ കാണുന്നത് ഇത്തിരി ഏരിയ മാത്രമേ ഉള്ളൂ. അത് കണ്ടത്ര അതിന്റെ അപകടം അറിയാണ്ട് താഴെ കിടക്കുന്ന ആ, അല്ലെ, ഒരിക്കലും കാണാൻ കഴിയാത്ത, കണ്ടെത്താൻ കഴിയാത്ത, അതാണ് ടൈറ്റാനിക്കിനെ അപകടത്തിലേക്ക് എത്തിച്ചത്. പലപ്പോഴും നമ്മളെയും അത്തരം അപകടത്തിലേക്ക്, അതാണ് തന്നെയാണ് കാളിയുങ് പറഞ്ഞു എന്നുള്ളത്. ആ അൺകോൺഷ്യസിനെ നമ്മൾ കോൺഷ്യസ് ആക്കാത്തിടത്തോളം അവിടെ നമ്മൾ എനിക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാന്നോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിനേക്കാളും അതെന്താണ്, പലപ്പോഴും പലരും നമ്മൾ എന്തിനാ അപ്പൊ അതൊക്കെ തേടി പോകുന്നത്, നമുക്ക് ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോയാൽ പോരെ. അതാണ് അതിന്റെ ബാക്കി. അൺടിൽ യു മേക്ക് ഇറ്റ് കോൺഷ്യസ് ദാറ്റ് വിൽ ഡയറക്റ്റ് യു ആൻഡ് യു വിൽ കോൾ ഇറ്റ് ഫെയ്റ്റ്. അത് നമ്മൾ എങ്ങനെ കൊണ്ടുപോകും. അത് പവർഫുൾ ആണ്. അതിൻ്റെ ഉള്ളിൽ എന്താ, അതിൻ്റെ ഉള്ളിൽ ഐ ആം ഓക്കെ എന്നാണെങ്കിൽ നിങ്ങൾ ഓക്കെ ആയിരിക്കും. അതേസമയം ഐ ആം നോട്ട് ഇന്നഫ്, അല്ലെ, എനിക്കിത് കഴിയില്ല, ഐ ആം നോട്ട് ഇന്നഫ് എന്ന ഫീലിംഗ് ആണ് അതിൻ്റെ ഉള്ളിലെങ്കിൽ ദാറ്റ് വിൽ വർക്ക് ദെയർ, അത് അവിടെ വർക്ക് ചെയ്തിരിക്കും. അപ്പോൾ ഈ ഒരു ഇമോഷണൽ വെൽനെസ്സിലേക്ക് നമ്മൾ എത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സോ ഈസി. അത്ര എളുപ്പമൊന്നും അല്ല. കാരണം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയയാണ്. നമുക്ക് ഫിസിക്കൽ ബോഡി ഉണ്ട്, മെന്റൽ ബോഡി ഉണ്ട്, സ്പിരിച്വൽ ബോഡി ഉണ്ട്.
ഇമോഷണൽ ബോഡി ഉണ്ട്. ഇതൊക്കെ കാണാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പുറമേ കാണുന്ന ഫിസിക്കൽ ബോഡിക്ക് നമ്മൾ ഡെയിലി നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. എത്ര സമയം, എത്ര നേരം നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്, ലഞ്ച് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഇതിനെ ക്ലീൻ ആക്കുന്നുണ്ട്. നേരം വെളുത്തപ്പോൾ തന്നെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പല്ല് തേക്കുന്നുണ്ട്, വാഷ് ചെയ്യുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ സമയവും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാനിറ്റൈസർ ഇടുന്നുണ്ട്, പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു അസുഖം വരുമ്പോഴത്തേക്ക്, ഒരു അസുഖമുള്ള സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ മാസ്ക് ഇടുന്നുണ്ട്. പക്ഷെ വാട്ട് അബൌട്ട് അവർ ഇമോഷണൽ ബോഡി? നമ്മുടെ ഇമോഷണൽ ബോഡിക്ക് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കാറുണ്ടോ? അതിനെ നമ്മൾ ഫീഡ് ചെയ്യാറുണ്ടോ? അതിനെ നമ്മൾ ടൈംലി ക്ലീൻ ചെയ്യാറുണ്ടോ? ഈ ഇത് നിങ്ങൾ ഓരോ ദിവസവും ഒന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട്, ചിലപ്പോൾ അതിന് എന്തെങ്കിലും മെഡിറ്റേഷൻസ് പോലെയുള്ള പ്രാക്ടീസോ, ഗ്രാറ്റിറ്റ്യൂഡോ, അഫർമേഷൻസോ, ഇതൊക്കെ നമ്മൾ അതേപോലെയുള്ള ഹീലിങ്ങോ, എടുത്ത് കളയേണ്ടത് എടുത്ത് കളയലോ, കൂട്ടിച്ചേർക്കേണ്ടത്, ഫീഡിംഗ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ അതിന് ഫുഡ് കൊടുക്കണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററി ലോ ആകുന്ന പോലെ ഇതിങ്ങനെ ലോ ആയിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ഇതിൽ നേരിട്ട് കളിക്കാൻ തന്നെ ഒരിക്കലും നമുക്കത് പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും കഴിയില്ല. ഇറ്റ് ഈസ് ഹെൽപ്ലെസ്. അത് ഡിമ്മാകും. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളും പലപ്പോഴും നമ്മൾ അത്തരം ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഒരാള് നെഗറ്റീവ് ആണെന്ന് അറിയാമെങ്കിൽ, ഒരാള് സംസാരിക്കാൻ പോകുന്നത് ഇന്ന കാര്യങ്ങളായിരിക്കും, അയാളുടെ അടുത്ത് പോയാൽ അയാൾ പറയാൻ പോകുന്നത് കംപ്ലീറ്റ്ലി ഇന്നതായിരിക്കും എന്ന് അറിയാമെങ്കിൽ പോലും, ചിലപ്പോൾ പലപ്പോഴും റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ക്യാരക്ടറൊക്കെ നമുക്ക് അറിയാമെങ്കിലും, പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും, നമ്മൾ പലപ്പോഴും ഒരു പ്രിക്കോഷൻസും ഇല്ലാണ്ട്, അല്ലെ, നമ്മൾ കൊറോണ ഒക്കെ വന്നപ്പോൾ പ്രിക്കോഷൻസ് ആയിട്ട് നമ്മൾ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സാനിറ്റൈസർ യൂസ് ചെയ്യായിരുന്നു. പക്ഷെ ആ ഒരു പ്രിക്കോഷൻസ് ഒന്നും നമ്മുടെ മെന്റൽ ബോഡിക്കോ ഇമോഷണൽ ഹെൽത്തിനോ നമ്മൾ കൊടുക്കാറില്ല. എന്തുകൊണ്ട്? എന്നിട്ട് അവസാനം നമ്മൾ ആ ഒരു അസുഖം നമ്മളെ കൂടെ ബാധിച്ചിട്ടാണ് നമ്മൾ, അല്ലെ, എനിക്ക് അവിടെയാണ് നമ്മുടെ ബാറ്ററി ലോ ആകുന്നത്. അപ്പൊ ഡെയിലി ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഇമോഷണൽ ചെക്കിങ് നമ്മൾ നടത്തുക. അതിന് വേണ്ടത് എന്താണ്, അല്ലെ, എന്താണ്, വാട്ട് ഈസ് വർക്കിംഗ് ഇൻസൈഡ് മീ? സ്വന്തം നമ്മുടെ ഒരുപാട് ചോദ്യങ്ങൾ, ഈ എന്താടോ കളിക്കുന്നത്, ഓൾ എന്താടോ കളിക്കുന്നത്, ഓൻ എന്താ കളിക്കുന്നത്, ഇത് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരിക്കലും ഞാൻ എന്താണ് ഈ കളിക്കുന്നത്, എൻ്റെ ഉള്ളിൽ അവിടെ നമ്മൾ ചോദിക്കും, ഞാനെന്താ ഇങ്ങനെ, എനിക്കെന്താ ഇങ്ങനെ, അങ്ങനെ ചോദിക്കും. അപ്പൊ ആ ഒരു ഇമോഷണൽ വെൽനെസ്സിലേക്ക് എത്താനുള്ള ജസ്റ്റ് ഒരു സിമ്പിൾ ഫോർമുല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇമോഷണൽ അവയർനെസ് നമുക്ക് ഉണ്ടായിട്ടിരിക്കാം. ആ ഇമോഷൻസിന് ഞാൻ എന്താ ഇങ്ങനെ, എനിക്കെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയാന്ന് പറയുന്നതിന് പകരം നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാനും അതിനെ റെഗുലേറ്റ് ചെയ്യേണ്ട മെത്തേഡ്സ്, ചിലപ്പോൾ നമുക്കൊരു ഒരു ഹെൽപ്പ് ആരെങ്കിലും വേണമെങ്കിൽ, അതിപ്പോൾ ഇതേപോലെയുള്ള ഒരു കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആണ്. ഈ ഇങ്ങനെ ഈ ഡി വിഷന്റെ ഡെയിലി റീചാർജിങ് അവിടെ നടക്കുന്നത് ഡെയിലി നമുക്ക് ആവശ്യമുള്ള സംഗതികളാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സെൽഫ് കെയർ എന്ന് പറയുന്ന നമ്മൾ ഫിസിക്കൽ ബോഡിയെ ക്ലീൻ ചെയ്യുന്ന പോലെ നമ്മുടെ മെന്റൽ ബോഡി ക്ലീൻ ആൻഡ് റീചാർജ്, ടൈംലി ഹീലിംഗ്, ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മളെ എന്തിലേക്ക് എത്തിക്കും? നമ്മുടെ ഇമോഷണൽ വെൽനസ് സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിക്കും എന്നതിലും, അത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആകുമെന്നും, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബോർഡ് വെക്കാതെ തന്നെ നല്ല റിലേഷൻഷിപ്പ്, അബൻഡൻസ്, ഇതൊക്കെ നമ്മുടെ ലൈഫിലേക്ക്, ഓപ്പർച്യൂണിറ്റി, ഇതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് ആസ് ബട്ടർഫ്ലൈസ് നമ്മുടെ ലൈഫിലേക്ക് വരുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പൊ ഡെയിലി ലൈഫിൽ പൂമ്പാറ്റകൾ പാറിപ്പറക്കുന്ന നല്ലൊരു ലൈഫായിട്ട്, നല്ലൊരു ഇമോഷണലി സ്റ്റേബിൾ ആകുന്ന, റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ലൈഫിലേക്ക് എത്താൻ നമുക്ക് എല്ലാവർക്കും, ഇഫ് യു ആർ പ്രാക്ടീസിങ് ദിസ്, അപ്പൊ അതിൽ എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ആ മൈൻഡിനെ ഒരു ഫീഡ് ചെയ്യുന്ന, റീചാർജ് ചെയ്യുന്ന ഈ സെഷൻസ് പോലെ തന്നെ പലപ്പോഴും മെഡിറ്റേഷൻസോ, ജസ്റ്റ് ഒരു ഒന്നും ഇല്ലെങ്കിൽ ഒരു ബ്രീത്തിങ്, അറ്റ്ലീസ്റ്റ് ഒരു ബ്രീത്തിങ് എക്സസൈസ് എങ്കിലും, സ്വന്തം ബ്രെത്തിനെ പോലും അറിയാതിരിക്കുക എന്ന് പറഞ്ഞാല്, അല്ലെ, ആ ഒരു ബ്രീത്തിങ് എക്സസൈസ് പോലും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൂടെ കടന്നു പോകുമ്പോഴാണ്, അല്ലാതെ ഒരിക്കലും ജസ്റ്റ് ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെ ശരീരത്തിന് ഫുഡ് കൊടുക്കുന്ന പോലെ മനസ്സിന് ഫുഡ് കൊടുക്കാം. നമ്മളെ ശരീരത്തിനെ ക്ലീൻ ചെയ്യുന്ന പോലെ, നമ്മളൊരു 4 ദിവസം കുളിച്ചില്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കിയേ, ഒരു ദിവസം പല്ല് തേച്ചില്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇതേപോലെ തന്നെ നമ്മുടെ മൈൻഡിനും ആവശ്യമായിട്ടുള്ളത് എന്താണോ അത് ഫീഡ് ചെയ്യുക, എടുത്ത് കളയേണ്ടത് എന്താണോ അത് എടുത്ത് കളയുകയും ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്. ഓവർ ടു യു, ദ ഹോസ്റ്റ്. താങ്ക് യു മാം. പ്രിയപ്പെട്ടവരെ, സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ CG അവതരിപ്പിക്കുന്ന ഡിവിഷൻ പ്രോഗ്രാമിന്റെ 277ാമത്തെ എപ്പിസോഡിലായിരുന്നു നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്നത്.
ഇമോഷണൽ വെൽനസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് ഇതുവരെ സംസാരിച്ചത് പ്രശസ്ത ഇമോഷണൽ വെൽനസ് കോച്ചായ നരസിന മാമാണ്. മാമിന്റെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയൊക്കെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാമെന്നും എന്താണ് ഇമോഷണൽ വെൽനസ് എന്നതും ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കി തരാൻ മാമിന് ഈ ഒരു അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞു എന്നത് വളരെ പ്രയോജനപ്പെടുന്നു. എങ്ങനെ നമുക്ക് ഹെൽത്തി ആയി ജീവിക്കാം എന്നത് നമ്മൾ ബോഡിയെ ഒരുപാട് കെയർ ചെയ്യുന്നതിനപ്പുറം നമ്മുടെ മനസ്സിനെയും നമ്മുടെ സോളിനെയും എങ്ങനെ നമുക്ക് വെൽനസിലേക്ക് എത്തിക്കാമെന്ന് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു തന്നു. ഒരുപാട് വലിയൊരു സബ്ജക്റ്റിനെ അരമണിക്കൂർ കൊണ്ട് ഇത്രയും നല്ല രീതിയിൽ ഞങ്ങൾക്ക് അവതരിപ്പിച്ചു തന്ന മാമിന് ഡിവിഷന്റെയും സിജിയുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അതേപോലെ തന്നെ പ്രോഗ്രാം ഡയറക്ടർ നോസിയ മാം, ടീം ഇൻചാർജ് സലീം സാർ, എല്ലാവർക്കും ഡിവിഷന്റെയും സിജിയുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നാളെ പുതിയൊരു വിഷയവുമായി നമുക്ക് ഡിവിഷനിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. Thank you. More power to you.